അസ്സലാമു അലൈക്കും. സയ്യിദ് അലി നട്വാബാണ്. പ്രിയപ്പെട്ടവരെ, നന്മയുള്ള ഓരോ ആളുകളും ഈ പുണ്യ റമദാനിൽ ഈ വീഡിയോ കാണുകയും സഹായിക്കുകയും ഷെയർ ചെയ്യണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ പാച്ചല്ലൂർ ജമാഅത്ത് അംഗം ജലാൽ സാഹിബിന്റെ മകൻ 23 വയസ്സുകാരൻ വളരെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം PRS ആശുപത്രിയിൽ വളരെ സങ്കടകരമായ പ്രയാസകരമായ അവസ്ഥയിൽ ചികിത്സയിലാണ്. ഒരു പല്ലുവേദനയുമായി പോയിട്ട് ഇന്ന് 18 ദിവസങ്ങളായി 14 ലക്ഷത്തോളം രൂപ ചെലവായി. വീട് പണയം വെച്ചും കടം വാങ്ങിയുമാണ് അദ്ദേഹം ചെലവാക്കിയത്. ലങ്സും ഹാർട്ടും പഴുപ്പുകൾ നിറഞ്ഞ് 3 സർജറി നടത്തി 6 ബോട്ടിൽ പഴുപ്പാണ് എടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള ഒരു അവസ്ഥ നമ്മൾ ആർക്കും വരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പുണ്യ റമദാന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുകയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 30 ലക്ഷത്തോളം രൂപയാണ് ഇനി ആവശ്യമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ മഹല്ല് കമ്മിറ്റിയും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു സഹായ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് ഹുസൈന്റെ പേരിൽ. നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുകയും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പള്ളി പ്രസിഡന്റ് നുജുമുദ്ദീൻ സാഹിബ് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പറഞ്ഞ സയ്യിദ് അലി സാഹിബ് പറഞ്ഞതുപോലെ ഏറെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ് ഹോസ്പിറ്റലിൽ. ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ തന്നെ കൂട്ടിമുട്ടുവാൻ വളരെ പാടുപെടുന്ന ആ സഹോദരന് നമ്മളെല്ലാവരും നന്നായ രീതിയിൽ സഹായിച്ചെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ നിന്ന്, ഹോസ്പിറ്റലിന്റെ ഈ ചികിത്സാ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ തന്നെ 14 ലക്ഷം രൂപയോളമായി. ഇനിയും ഏകദേശം 30ഓളം ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ പാവപ്പെട്ട കുടുംബത്തിന് ഇത് സ്വരൂപിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ, ഈ പുണ്യ റമദാനിന്റെ പുണ്യം കരുതി ഏറ്റവും കൂടുതൽ അമലുകൾ ചെയ്യാൻ പറ്റുന്ന ഈ സാഹചര്യം മുതലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇനി വരുന്ന റമദാനിന്റെ ദിനങ്ങളിൽ നമ്മുടെ ദാനധർമ്മങ്ങൾ ഈ വിഷയത്തിനായി വിനിയോഗിക്കുകയും ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും പരിശ്രമത്തിന്റെ ഫലമായി ഈ കുടുംബം കടമില്ലാതെ ഈ കുഞ്ഞുമോനെ, ഈ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബങ്ങളിലെല്ലാം ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, നിങ്ങളുടെ സഹോദരങ്ങളിൽ എത്തിക്കണം. നിങ്ങൾ പേഴ്സണലായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈ കുട്ടികളെ ജീവൻ രക്ഷിക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടലുകൾ സഹായമാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട സയ്യിദ് അലവി സാഹിബ് പറഞ്ഞതുപോലെയും അതേപോലെ ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ പ്രസിഡന്റ് നുജൂം സാഹിബ് പറഞ്ഞതുപോലെയും നമ്മൾ വളരെ ഒരു അത്യന്യമായ ഒരു പരീക്ഷണത്തിന്റെ മുമ്പിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാൻ എല്ലാ അർത്ഥത്തിലും നമ്മൾ കബൂലിയത്തിൽപ്പെടുത്താൻ പറ്റിയ ഒരു അവസ്ഥ നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. നമ്മളെ ജമാഅത്തിൽപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ജീവിതം ഒന്ന് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ആരെല്ലാം സഹായിക്കുമെന്നൊരു പക്ഷേ അള്ളാഹുവിന്റെ പരീക്ഷണമാകും. ആ പരീക്ഷണത്തിൽ അതിജീവിച്ച് നമ്മൾ കയറുക എന്നുള്ളതാണ് നമ്മുടെ റമദാനിൽ ഏറ്റവും ഉന്നതമായ ഒരു കാര്യം. അതിനുവേണ്ടി നമ്മുടെ സമ്പത്ത് നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരിൽ നിന്നും മാത്രമല്ല, വിദേശത്ത് നിൽക്കുന്ന ആളിൽ നിന്നും എങ്ങനെയൊക്കെ സമ്പാദിക്കാൻ കഴിയും. അത് സമ്പാദിച്ച് 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ആ ചെറുപ്പക്കാരനെ തിരിച്ചു നമുക്ക് കൊണ്ടുവരാൻ കഴിയൂ. അതിലേക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാ പരിശ്രമവും, നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ തൂലികയും നിങ്ങളുടെ ഫോൺവിളിയും എല്ലാം ഉപകാരപ്പെടുന്നതിൽ ഒരു പരിശ്രമം നടത്തി ആ ചെറുപ്പക്കാരനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് വളരെ വിനയഭാവത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന, ഈ വീഡിയോ കാണുന്ന സർവ്വ ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ ആളുകൾക്കും അതിനാണ് പങ്കാളിത്തം വഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.